നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. റിയാക്ഷൻ വന്നിരിക്കും, അതിന് ഒട്ടും വൈകില്ല. മോൻ വന്നേ, സൂപ്പ് തണുക്കും. വാ. എന്താടാ? ഞാനേ നിന്നെ കയറി പിടിക്കാനൊന്നും വന്നല്ല. അതിനുള്ള സമയമായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു സമയമേ വരില്ലെന്ന് എനിക്കും നന്നായിട്ട് അറിയാം. എടി, നിത്യ സ്വന്തമാക്കാൻ ഒരു താലിയുടെ ആവശ്യം പോലും എനിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. ഒരു ചടങ്ങും ഇല്ലാതെ തന്നെ ഞാൻ അവളെ അങ്ങ് കെട്ടും. ഇവിടെ ഈ വീട്ടിൽ വെച്ച് അമ്മയും മുത്തശ്ശിയും എന്റെ കൂടെ നിൽക്കുമെന്നറിയാമല്ലോ. ആരൊക്കെ നിന്റെ കൂടെ നിന്നാലും നിത്യം നിൽക്കില്ല. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലും. ഓ, എന്നാ നീ അതങ്ങ് പുറത്തെടുക്ക്, നമുക്കൊന്നും കാണാമല്ലോ. എന്തിനാടി ഇത്ര വാശി? സിദ്ധുവിനെ ഒന്നും ഒരിക്കലും നിനക്ക് കിട്ടാനേ പോകുന്നില്ല. ചന്ദ്ര ഡിവോഴ്സ് ആയിട്ട് വേണ്ടേ സിദ്ധു നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ? അതുകൊണ്ട് ആ സ്വപ്നം നീ അങ്ങ് ഉപേക്ഷിച്ചു. നിനക്ക് തെറ്റി. സിദ്ധുവിനെ കല്യാണം കഴിച്ച് ജീവിക്കലല്ല എന്റെ സ്വപ്നം. ഈ വീടും ഈ വീട്ടിലുള്ളവരെയും ക്ഷുദ്രജീവികളിൽ നിന്ന് രക്ഷിക്കാന്നുള്ളതാ. നീയാണ് ആ കീടം എന്നറിയാലോ. നിന്നെ എനിക്ക് ഒതുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തുള്ളൂ. അത് നടക്കാനേ പോകുന്നില്ല. ആജീവനാന്ത കാലം എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് നീ പറഞ്ഞിട്ട് എന്തായി? ഞാൻ പുറത്തു വന്നുണ്ടോ? ഈ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞു, കേറിയത് കണ്ടു. അതുപോലെ നിത്യം ഞാൻ പൊക്കും, നിന്നെയും പൊക്കും. നിന്നെ ഞാനായിരിക്കില്ല പൊക്കുന്നത്, 3-4 പേര് ചേർന്നായിരിക്കും. എന്നിട്ടൊരു വെളുത്ത വണ്ടിയിലേക്ക് എടുത്തങ്ങ് വെക്കും, ആംബുലൻസിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. നിനക്ക് മാത്രമല്ല കൊല്ലാൻ പറ്റുന്നത്, അത് എനിക്കും പറ്റും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. കൊന്നറപ്പ് തീർന്നവന് ചാവാനും പേടിയുണ്ടാവില്ലെന്ന് ഓർക്കുന്നത് നന്നായിരുന്നു. നിത്യക്കുട്ടി, എന്ത് വേണം? മറ്റാര് വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല. പക്ഷേ നിത്യക്കുട്ടി എന്നെ സംശയിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ സംശയിച്ചു എന്ന് ആര് പറഞ്ഞു? ഞാൻ സംശയിക്കുമല്ല, വിശ്വസിക്കുക ചെയ്തത്. കോടതി നിങ്ങളെ വെറുതെ വിട്ടാൽ പോലും എന്റെ ആ വിശ്വാസം മാറില്ല. ദേവിക ഒറ്റ ഒരുത്തിയാ നിന്നെ ഇങ്ങനെ വഷളാക്കിയത്. അവളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ശരി, വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ പകരം ആരെയാ വിശ്വസിക്കേണ്ടത്? എന്നെ വിശ്വസിക്കും. ഞാൻ നല്ലവനാ, ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല. ഞാൻ വിശ്വസിക്കാം. ഇപ്പോഴല്ല, കോടതി അങ്ങനെ പറയുമ്പോ. ഇപ്പൊ കേസെടുത്തിരിക്കുവാണല്ലോ, വിചാരണ കഴിയട്ടെ, വിധി വരട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്നതല്ലേ മാന്യത. നിത്യക്കുട്ടി, കേസിൽ എന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. തെളിവ് വേണ്ടേ? വേണം. അത് കൊണ്ടുവരൂന്നാ ഏട്ടത്തി പറഞ്ഞത്. എവിടുന്ന് കൊണ്ടുവരും? ഇല്ലാത്ത തെളിവ് എവിടുന്നുണ്ടാക്കും? അതൊന്നും എനിക്കറിയില്ല. ശരത്തേട്ടൻ ഇത്രയും ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ നിലപാട് മാറ്റാം. ഇത്രയും നേരം ഞാൻ വിശ്വസിച്ചിരുന്നത് ശരത്തേട്ടൻ തെറ്റുകാരനാണെന്നായിരുന്നു.
ഇനി അങ്ങനെ വിശ്വസിക്കുന്നില്ല. വെറും ഒരു കുറ്റാരോപിതൻ. പക്ഷെ തെളിയണം. കോടതി ക്ലീൻ ചിറ്റ് തരണം. എങ്കിലേ ഞാൻ എന്റെ വിശ്വാസം നിലനിർത്തൂ. കോടതി എനിക്ക് ക്ലീൻ ചിറ്റ് തന്നാലോ? ആദ്യം തരട്ടെ. തന്നാലോ? തന്നാ നിത്യക്കുട്ടി എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും? ആദ്യം കേസ് കഴിയട്ടെ ശരത്തേട്ടാ, എന്നിട്ടല്ലേ കല്യാണമൊക്കെ. കോടതി നിരുപാധികം ശരത്തേട്ടനെ വിട്ടയക്കുവാണെങ്കിൽ കല്യാണത്തിന്റെ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. കേസ് കഴിയാൻ എത്ര കാലം എടുക്കുമെന്നറിയാവോ? എടുക്കട്ടെ. അത്രയും കാലം കാത്തിരിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരവേ ഞാനല്ല, എന്റെ വീട്ടുകാര് പറയണം. ഞാൻ എപ്പ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതൊക്കെ അവരാ. ഒന്ന് ഞാൻ തീർത്തു പറയാം. കോടതിന്ന് അഗ്നിശുദ്ധി വരുത്തി പുറത്തിറങ്ങാതെ ഒരിക്കലും ശരത്തേടിന് മുന്നിൽ താലി കെട്ടാൻ ഞാൻ എന്റെ കഴുത്ത് നീട്ടി തരില്ല. അങ്ങനൊരു പ്രതീക്ഷ ശരത്തേടിന് വേണ്ട. ചായ. മോളെ, ഒരുപാട് ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം. സ്വാമിയും ഡാഡിയും തമ്മിലല്ലേ? അതെന്നാ ഉണ്ടാവാതിരുന്നിട്ടുള്ളത്? അങ്ങനെ നടന്നോട്ടെ. അതല്ല, ഇത്തവണ എന്തോ കാര്യായിട്ടാ അവരെന്തിനോ തയ്യാറെടുക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മായി. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാൻ മറക്കണ്ട. ശരി. പഴയ പോലെയല്ല, കാശ് പോയി നിൽക്കുന്ന സമയം സാറിന്. അതുകൊണ്ട് ആ ഗൂഢാലോചനയെ നമ്മൾ പേടിക്കണം. അതിന്റെ പിന്നിൽ വിശാലാണെന്ന് ഡാഡി വിശ്വസിക്കുന്നുണ്ടോ? സാറിന് വിവരം അറിയാലോ. വിശാല് തന്നെ അത് തങ്കച്ചിയോട് പറഞ്ഞല്ലേ, പിന്നെന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഡാഡി വിശ്വസിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കഴിവ് വിശാലിന് ഉണ്ടാവുമെന്ന് ഡാഡി കരുതില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെന്തിനാ ഡിസ്കഷൻ നടത്തുന്നത്? അതും സ്വാമിയുമായിട്ട്. കാശ് തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ് അവർ ആലോചിക്കുന്നതെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടേ പറ്റൂ. കാരണം അത് നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, ബാധിക്കും. നമ്മൾ വിശാലിനെ വിവരം അറിയിച്ചാ പോരെ? അതെ, അത് പറയണം. കാശ് സുരക്ഷിതമായി എവിടേക്കെങ്കിലും മാറ്റണം. അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഡാഡി എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ തങ്കച്ചി കൊണ്ടുപോയാലാ പ്രശ്നം.